നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ശ്രീജേഷ്. നമ്മളിപ്പോൾ പോകുന്നത് പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ്. പെരിങ്ങോട്ടുകര എന്ന് പറയുമ്പോൾ നമ്മളെ ദേവസ്ഥാനത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ സാധിച്ചു കൊടുക്കുന്നുണ്ട് ദൈവം, നമ്മുടെ വിഷ്ണുമായ സ്വാമി. അപ്പോൾ സ്വാമിയുടെ അടുത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ എന്ത് അവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അവിടെ സാധിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് പെരിങ്ങോട്ടുകര. വിഷ്ണുമായ സ്വാമി ക്ഷേത്രങ്ങൾക്ക് ഈ ഗ്രാമം വളരെ പ്രശസ്തവുമാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. ശ്രീ വിഷ്ണുമായ സ്വാമിയെ പെരിങ്ങോട്ടുകര ഗ്രാമത്തിലെത്തിച്ച ആദ്യ ഭക്തനാണ് പരമാചാര്യ വേലുമുത്തപ്പ സ്വാമി. അവരുടെ 5ാമത്തെ തലമുറയാണ് ഇപ്പോൾ നടത്തിപ്പോകുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തരുടെയും ഒരു അഭയകേന്ദ്രമായി ഇപ്പോൾ ഈ വേലുമുത്തപ്പ സ്വാമിയുടെ കുടുംബക്ഷേത്രം മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭക്തജനങ്ങളും തങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനായി ഈ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നു. ഈ മാസം ഉത്സവം നടക്കുന്നതിനുള്ള തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റിങ് മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ മുൻവശം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായ ആർട്ട് വർക്കുകൾ ചെയ്തതായി കാണാൻ കഴിയും. ഈ ജഡായുവിനെ ഞാൻ കണ്ടപ്പോൾ കുറച്ചു നേരം നോക്കി നിന്ന് പോയി. ഒരു ഒറിജിനാലിറ്റി നിലനിൽക്കുന്ന ഒരു വർക്ക് നോക്കിയേ. ആ സർപ്പത്തെ റാഞ്ചുന്ന ഒരു വർക്ക് സൂപ്പറായിട്ടുണ്ട് കാണാൻ. മാത്രമല്ല ഇവിടെ കൃഷ്ണനും ശിവനും പാർവതിയും അങ്ങനെയുള്ള വർക്കുകളെല്ലാം കാണാൻ കഴിയും. നമുക്ക് വിഷ്ണുമായ സ്വാമിയുടെ ദേവസ്ഥാനത്തേക്ക് പ്രവേശിക്കാം. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ വരുന്നത് തന്നെ. ഞാൻ വന്നപ്പോൾ എനിക്ക് അത്ഭുതകരമായി തോന്നി. കാരണം ഇവിടെ വന്നപ്പോൾ തൂണുകളും അതുപോലെ തന്നെ ശ്രീകോവിലും മറ്റ് ഉപദേവഗണങ്ങളും എല്ലാം ഈ പഞ്ചലോഹത്തിൽ വർക്ക് ചെയ്തത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയെന്നറിയോ. അത് വന്ന് കാണുക തന്നെ വേണം. ഈ കാണുന്നതാണ് നമ്മൾക്ക് വഴിപാടുകൾ ചെയ്യാനായിട്ടുള്ള കൗണ്ടറുകൾ. ഈ കാണുന്നതാണ് ശ്രീകോവിൽ. എന്തൊരു ഭംഗിയല്ലേ. സത്യത്തിൽ ഒരു സ്വർഗത്തിലെത്തിയൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. തൂണുകളെല്ലാം നല്ല സൂപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ദിവസവും അന്നദാനമുണ്ട്, രാവിലെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക്. ഈ ദേവസ്ഥാനത്തേക്ക് വരുന്ന ആൾക്കാർ, പല ആൾക്കാരും ഈ പറയുന്ന വർക്കുകൾ കണ്ടിട്ട് അത്ഭുതപ്പെടാറുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓരോരുത്തർ ഫാമിലീസായി വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നോക്ക്, ആ ഒരു ആനയ്ക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഞാൻ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്തായാലും ആന സൂപ്പറായിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പോരാത്തത് ഞായറാഴ്ചയും കൂടിയാണ്. ഈ മാസം ഇവിടെ ഉത്സവം നടക്കുന്ന സമയമാണ്. നവംബർ 1 മുതൽ ഡിസംബർ 30 വരെ ഇവിടെ ഉത്സവം നടക്കുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് തൊട്ടടുത്തുള്ള കാനാടിക്കാവിലേക്കാണ്. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം. ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പുതുതായി ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ ഇവിടെ അന്നദാനം കഴിച്ചുകൊണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കുന്നതായും നമ്മൾ കാണുന്നു. കാനാടിക്കാവിലും നമ്മൾ ദേവസ്ഥാനത്ത് കണ്ട പോലെ തന്നെ നല്ല കരകൗശലമായിട്ടുള്ള വർക്കുകൾ ഇവിടെയും നമ്മൾക്ക് കാണാൻ കഴിയും. ഈ കുളത്തിനോട് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് ശിവനെയും പാർവതിയെയും നമുക്ക് കാണാൻ കഴിയും. ശിവഭഗവാനും കൂളിവാകയായി മാറിയ
പാർവതി ദേവിക്കും ജനിച്ച ദിവ്യപുത്രനാണ് ശ്രീ വിഷ്ണുമായ സ്വാമി. ശാസ്താവിനും മുരുകനും വിഘ്നേശ്വരനും തുല്യമാണ് വിഷ്ണുമായ സ്വാമി. പക്ഷേ പരക്കെ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമല്ല സ്വാമി. പകരം പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാനായി സ്വാമിയുടെ അടുത്തേക്ക് ഭക്തർ എത്താറുണ്ട്. ഭക്തരുടെ വിഷമം കേട്ടാൽ സ്വാമി കൈവിടുകയില്ല. മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ദൈവമാണ് വിഷ്ണുമായ സ്വാമി. എളുപ്പം പ്രസാദിക്കുന്നതും സഹാനുഭൂതിയുള്ളവനുമായ ഈ ദൈവം തൻ്റെ ഭക്തജനങ്ങൾക്ക് എന്നും പ്രിയങ്കരനാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പള്ളിവേട്ടയിറങ്ങിയ ശിവഭഗവാൻ കൂളിവനത്തിൽ വെച്ച് വനവാസിയും അതീവ സുന്ദരിയുമായ കൂളിവാകയെ കാണാനിടയായി. കൂളിവാകയുടെ ഉദരത്തിൽ തൻ്റെ കുഞ്ഞിനെ വളരാൻ ഒരു അവസരം ഒരുക്കാൻ ശിവഭഗവാൻ ആഗ്രഹിച്ചു. വനത്തിൽ വെച്ച് ഭഗവാൻ കാണാനിടയായ കൂളിവാക മുജ്ജന്മത്തിൽ പാർവതി ദേവിയുടെ ദാസിയായ മനസ്വിനി ആയി. ഈ പറയുന്ന മനസ്വിനിയെ പാർവതി ദേവി ശപിക്കപ്പെട്ടതാണ്. ഈ ശപിക്കപ്പെട്ട കാരണത്താൽ പാർവതി ദേവി തന്നെ ശിവഭഗവാനെ പ്രാപിക്കുകയും ദിവ്യശക്തിയുള്ള ഒരു കുഞ്ഞ് ഭുജാതനാകുകയും ചെയ്തു. ശിവനും പാർവതിയും ചേർന്ന് കുഞ്ഞിനെ കൂളിവാകയുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിക്കുകയുമുണ്ടായി. ഓം വിഷ്ണുമായ സ്വാമിയേ നമഃ. സ്വാമിയെ ശരണയ്യപ്പ. അപ്പോൾ എല്ലാവർക്കും വിഷ്ണുമായ ടെമ്പിൾ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വരിക, ഇവിടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച എല്ലാവർക്കും കാര്യങ്ങൾ നടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് ജനലക്ഷങ്ങൾ പല സ്ഥലത്തു നിന്നും ജനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പ്രാർത്ഥന വിഷയങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വെളിച്ചപ്പാടുണ്ട്. നമ്മൾ 1 രൂപയാണ് ഇവിടെ ടോക്കൺ എടുത്തിട്ട് നമ്മളെ സ്വാമി വന്നിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ പറഞ്ഞു തന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പൂജ വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പല ആൾക്കാരും വീഡിയോ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യണില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ അതിന് ബെനിഫിറ്റ് ഒന്നുമില്ല. മറ്റുള്ളവർക്ക് കൂടെ യൂട്യൂബിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യും എന്നുള്ളൊരു കാരണത്തിൽ നമ്മളെ സ്വാമിയുടെ ഈ ഒരു അമ്പലം മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ. പിന്നെ ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാറിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ശബരിമല പോകുന്നൊരു യാത്ര വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.